പ്രായത്തിനിണങ്ങാത്ത കുറെ പീക്കിരി പിള്ളേരുമായിട്ട് കൂട്ടുകൂടി നടക്കാനല്ലാതെ നിന്നെ പിന്നെ എന്തിനു കൊള്ളാം. അവന്മാരാ നിന്നെ ചീത്തയാക്കണേ. അവനും അവന്റെ ഒടുക്കലത്തെ തല്ലിപ്പൊളി കൂട്ടുകാരും. പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിൽ വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വരിയില്ല. ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യ. എനിക്ക് തല ചായ്ക്കാൻ ഒരിടം തന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ട്. ഇത് കണ്ടോ, ഈ ചട്ടി പോലും ഞാൻ നിന്റെ അടിച്ചു മാറ്റിയതാ. അവനെ നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത്. യുവമാരാ നിന്നെ കൊണ്ട് കിടന്ന് ചീത്തയാക്കണേ. ആശാനെ ദോശ തന്നില്ലെങ്കിലും ആശാൻ അത് മാത്രം പറയരുത്. തലേ ഞങ്ങൾ ചീത്താക്കിയിട്ടില്ല, ആരാധിച്ചിട്ടേ ഉള്ളൂ. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? എടി, ഒരു കാമുകി പോയാൽ വേറെ ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ നല്ല ഫ്രണ്ട്സ് അങ്ങനെ തന്നെ. ഏതുവാൻ നല്ല നന്മ കേട്ടുന്നുണ്ട്. നന്മ നല്ല വന്ന നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നത്? എന്റെ കാലിലാണ്. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആളുള്ളൊരു തൊട്ടി കൂട്ടുകാരൻ. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം സ്പോയിലർ ഹിയർ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതുമായ ഒരു ടീംസിനെ കുറിച്ചാണ്. ആകാശത്ത് കൂടെ പോകുന്ന ഏത് വള്ളിയും പിടിച്ച് മടിയിലിരുത്തി തന്നിട്ട് വെച്ചോ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ചങ്കുകളെ പറ്റി. ഈ വീഡിയോ കാണുന്ന പകുതി പേർക്കെങ്കിലും കൂട്ടുകാരന്മാർ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്തായാലും കാണും. അപ്പോൾ ഫ്രീ ഫയറിലെ കുറച്ച് വെറൈറ്റി ചങ്കുകളെ നമുക്ക് കണ്ടാലോ. ഇവനെ കൊണ്ട് ഗെയിമിൽ വലിയ ശല്യമാണ് ഗൈസ്. ഏതെങ്കിലും ന്യൂബ് റേഞ്ച് പോയി നിൽക്കുന്ന കണ്ടാൽ അവന്റെ തലയ്ക്ക് പിടിച്ചടിച്ചു വെച്ചിട്ട് അവനെ ഹെഡ്ഷോട്ട് അടിച്ചെന്ന് പറഞ്ഞ് പട്ടിഷോ ഇറക്കണതാണ് ഇവന്റെ മെയിൻ. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? അത് മാത്രമല്ല, ഗെയിമിനുള്ളിൽ എന്ത് സാധനം കിട്ടിയാലും അതെടുത്തോണ്ട് വന്ന് ലോബിയിലിട്ട് പട്ടിഷോ ഇറക്കിയില്ലെങ്കിൽ ഇവന് സമാധാനം കിട്ടൂല. വിഡൽസിന്റെ ഉസ്താദാണ് തള്ളെന്ന് പറഞ്ഞ പെറ്റ തള്ള സൈക്കിൾ. അതിപ്പോ ലോഗിൻ റിവാർഡ് ആയി കിട്ടിയ ഒരു നിക്കർ പോലും കൈ കിട്ടിയ ഇവ അതെടുത്തിട്ടുണ്ടെന്ന് ലോബിയിൽ പട്ടിഷോ ഇറക്കും. അത് മെയിൻ ആണ്. എങ്ങനെങ്കിലും ഒരു ലക്കി റോയലിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം കൈ തട്ടി കിട്ടിയ പിന്നെ മോനെ 1 മാസത്തേക്ക് ഇവന്റെ ഷോ നമ്മൾ സഹിക്കണം. അത് അങ്ങനെ ഒരുത്തെ മൈൻഡ് ആക്കാതിരുന്ന അവ ആ സൈഡ് വഴി അങ്ങ് പൊക്കോളും. യുവമാരെ കൊണ്ട് ഗെയിമിൽ വലിയ ശല്യമൊന്നുമില്ല, കാരണം ഈ നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങിയിട്ട് വേണ്ട യുവമാരെ കൊണ്ട് വല്ലതും ഉണ്ടാവാൻ. സ്വന്തം സ്കോഡിലെ എല്ലാം ചത്ത് പണ്ടാറാണെങ്കിൽ പോലും യവൻ ദാ ഇതേപോലെ കുറ്റിയടിച്ച് അങ്ങ് നിന്നോളും. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. അവന് പിന്നെ ഗെയിമിനുള്ളിൽ ജീവൻ വെക്കണമെങ്കിൽ തെക്കൻ കാറ്റ് വടക്കോട്ട് വീശി അത്യാവശ്യം റേഞ്ച് വെക്കണം. റേഞ്ചൊക്കെ കിട്ടി എല്ലാം സെറ്റായി വാരിക്കെട്ടി വരുമ്പം കളി തീരും. ഒരു ഉപയോഗം ഇല്ലാത്ത ഇവനെ സ്കോഡി ഇട്ടേക്കണ കാരണം കൂട്ടുകാരനായി പോയില്ലേ. സത്യം പറഞ്ഞ യുവന്മാരാണ് ഗെയിമിലെ ജീവൻ. മയിലാണ്. അത് മണ്ടത്തരമല്ല, അത് ബുദ്ധിയില്ലായ്മയാണ്. സ്വന്തമായിട്ട് മൈൻഡ് എടുത്ത് വെച്ചിട്ട് കറങ്ങി തിരിഞ്ഞ് ആ മൈൻഡിന്റെ മണ്ടേ വന്ന് കയറി നോക്കാവുക. ഏറ്റവും ഉയരം കൂടിയ പാലത്തിന്റെ മണ്ടേ കയറിയിട്ട് അതിന്റെ താഴെ വീഴുമ്പോൾ HP കുറയോ ഇല്ലേന്നറിയാൻ വേണ്ടി എടുത്ത് താഴെ ചാടി നോക്കാവുക. ഇതൊക്കെ എന്ത്? ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും സ്കോഡിനൊന്ന് സ്പോട്ട് ചെയ്താൽ അതിന്റെ മൂട്ട് പോയി നിന്നിട്ട് ഗ്രൈനേഡൊക്കെ എടുത്ത് അളവ് പിടിച്ച് കുക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കും. പിന്നെ എടുത്ത് എറിയുന്നതാ ഫ്രണ്ടിൽ ഇട്ട് വെച്ചേക്കുന്ന ഗ്ലൂവാളിന്റെ നെഞ്ചത്ത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അതിലും വലുതാണ് ഏതെങ്കിലും സ്കോഡിനെ കാണുമ്പോൾ ഡ്രോപ്പ് ചെയ്ത് കിട്ടുന്ന ഗ്രനേഡ് ലോഞ്ചർ ഉണ്ടല്ലോ, ഇതും എടുത്ത് കയ്യിൽ പിടിച്ച് വെച്ചിട്ട് അളവെടുക്കും. ഇതൊക്കെ ഒരു 1.5 അളവെടുപ്പാണ്. എന്നിട്ട് തൊട്ട് ഫ്രണ്ട് ഇരിക്കണവന്റെ ഉച്ചിയിലായിരിക്കും ഗ്രനേഡ് ലോഞ്ചർ വീണ് പൊട്ടണത്. കേരളം ഭയക്കാതിരുന്ന എന്നാൽ ഭയക്കേണ്ട ഏറ്റവും വലിയ വിഷസർപ്പം യുവന്മാരെ ഒരിക്കലും നമ്പരുത്. യുവന്മാരെ നമ്പിയ ഊമ്പി. ഇവന്മാരെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ സ്വന്തം ടീമിനെ കൊലക്കി കൊടുക്കുക. സ്വന്തം തല പോയാലും സ്വന്തം ടീമിനെ കൊലക്കി കൊടുക്കാതെ യവന്മാർക്ക് ഉറക്കം വരൂല. അടുത്ത പഞ്ചായത്തിൽ കൂടെ ഏതെങ്കിലും ഒരു എനിമി പോയാൽ അവനെ വെടിവെക്കും. 300 ബുള്ളറ്റ്, 1 ബുള്ളറ്റ് എങ്കിലും അവന്റെ ചന്തി കൊണ്ട ഇവന്റെ ഒരു മെയിൻ ഡയലോഗ് ഉണ്ട്. അറിയാവോ, ഒറ്റയ്ക്കേ ഉള്ളു ഫുൾ ഡാമേജ് കേറി അടിച്ച ഇപ്പൊ ചാവും. ഇതും കേട്ടോണ്ട് മാസ് കാണിക്കാൻ സ്കോഡിലെ വേറൊരുത്തൻ അവ ഇല്ലാത്തവരെ വണ്ടിയും വിളിച്ച് നേരെ എനിമിയുടെ ഫ്രണ്ടിൽ ചെന്ന് ഇറങ്ങുമ്പോഴായിരിക്കും എനിമി അവന്റെ കുടുംബക്കാരുമായിട്ട് നിൽക്കുന്നത്. ഈ മാസ് കാണിക്കാൻ പോയ ചങ്ക് കുടുംബക്കാരെ കാലിനടി കിടന്ന് മണ്ണ് മിന്നുമ്പോഴായിരിക്കും ഇവനെ എരികേറ്റി പറഞ്ഞു വിട്ട മെറ്റല്ല അവൻ അപ്പോഴേക്കും നാട് വിടും. അതുകൊണ്ട് വീട്ടിലെ പട്ടിയെ വിശ്വസിച്ചാലും യവനെ വിശ്വസിക്കല്ലേ. ഇവന്മാര് സൈലന്റ് കില്ലേഴ്സ് ആണ്.
ഏതെങ്കിലും ഒരു പാവപ്പെട്ട എനിമിയെ കണ്ട് അവനെ അടിച്ച് അവൻ്റെ നിക്കർ വരെ കീറി വെക്കുന്ന സമയത്തായിരിക്കും അടുത്തുകൂടെ ഒരു ചെറിയൊരു ബുള്ളറ്റ് പോകുന്നതും അവൻ്റെ പേരിൽ കിൽ ഫീൽഡ് എഴുതി കാണിക്കുന്നതും കാണുന്നത്. നമ്മൾ കളി തുടങ്ങി കളി തീരുന്നവരെ അടിയോടടിയായിരിക്കും. കളി തീർന്ന് നോക്കുമ്പോഴായിരിക്കും 1000 ഡാമേജും 1 കില്ലും, മറ്റവന് 30 ഡാമേജും 45 കില്ലും ആയിരിക്കും. സ്വന്തം ടീംമേറ്റിനെ വരെ അതിഗംഭീരമായി മൂഞ്ചിക്കാനുള്ള കഴിവ് ഇവറ്റകൾക്ക് മാത്രമേ ഉള്ളൂ. ഇത് വല്ലതും ചോദിക്കാൻ പോയാലാ അവന്റെ ഒരു പിഴച്ച ഡയലോഗ് ഉണ്ട്. അളിയ എന്തോന്നളിയാ സപ്പോർട്ട് അളിയാ, ടീം സപ്പോർട്ട്, നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്തതാണ്, അല്ലാതെ എനിക്ക് നിന്റെയൊക്കെ കില്ലെടുത്തിട്ട് എന്തോ നീയേ സത്യം. ഈ ഒരു ഒറ്റ ഡയലോഗിൽ അവന്മാർ കാര്യം തീർക്കും. ഇവന്മാർക്ക് ഗെയിമിലെ ഗണ്ണ് എങ്ങനെ പിടിക്കണമെന്നാ, ഏതൊക്കെ ഗണ്ണിന് ഏതൊക്കെ ആമോ ആണെന്ന് പോലും ഇവന്മാർക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഗെയിമിൽ എത്ര തരം ഈവന്റ് ഉണ്ട്, ഏതൊക്കെ ഈവന്റ്, എങ്ങനത്തെ ഈവന്റ്, എന്തിനൊക്കെ കിട്ടും എന്നൊക്കെ ഇവന് കറക്റ്റ് അറിയാം. നേരം വെളുക്കുക, ഗെയിമിൽ കയറുക, ഈവന്റ് കംപ്ലീറ്റ് ആക്കുക, തിരിച്ചിറങ്ങുക. അല്ലാതെ ഗെയിമിൽ കയറി കളിക്കണമെന്നാ, വെടിവെക്കണമെന്നാ, കില്ലെടുക്കണമെന്നാ ഇവന്മാർക്കില്ല. ഏത് ഈവന്റ് വന്നാലും സ്വന്തം വീട്ടിൽ ചാവം കിടക്കുന്ന അപ്പൂപ്പന് മരുന്ന് വാങ്ങാൻ വെച്ചിരിക്കുന്ന പൈസ എടുത്തുകൊണ്ട് വന്ന് ഗെയിമിൽ ടോപ്പ് ചെയ്ത് ആ ഈവന്റ് കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കും ഇവന്മാര്. ഒരു മനസ്സുഖം. ഇത് കണ്ടോ, രോമാഞ്ചം നോക്കി. ഈ വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു പിഴച്ച വിഭാഗമാണ്. ഗെയിമിൽ ഏതൊക്കെ ഈവന്റ് വന്നെന്നോ എന്തൊക്കെ അപ്ഡേറ്റ് വന്നെന്നോ ഒന്നും ഇവന്മാർക്കറിയില്ല. പക്ഷെ കൂടെ ലോബിൽ നിൽക്കുന്ന പെണ്ണിന്റെ പേര്, നാള്, വയസ്സ്, നക്ഷത്രം, അവളെ എവിടെ പഠിക്കുന്നു, എന്തൊരു പഠിക്കുന്നു, മാങ്ങ തേങ്ങ, അവളെ എത്ര ദിവസമായി കുളിച്ചിട്ട്, എത്ര ദിവസമായി പല്ല് വെച്ചിട്ട്, എന്താണ് ഇട്ടേക്കുന്നത് എന്ന് വരെ ഇവന്മാർക്ക് കറക്റ്റ് അറിയാം. അതൊരു കലയാണ്, നമ്മൾ അത് ഉണ്ടാക്കണ കലാകാരനും. സ്വന്തമായിട്ട് നിക്കറില്ലാത്തതുകൊണ്ട് സ്വന്തം കൂട്ടുകാരൻ്റെ നിക്കർ അടിച്ചു മാറ്റിയിട്ടിട്ട് ആ നിക്കർ തന്ന പയ്യൻ തൊട്ടടുത്ത് നോക്കായി കിടന്നാൽ പോലും യവന്മാർ തിരിഞ്ഞു നോക്കൂല. പക്ഷേ തൊട്ടടുത്ത പഞ്ചായത്തിൽ കിടക്കുന്ന പെണ്ണിന് 10 HP കുറഞ്ഞ അതറിഞ്ഞ യവന്മാര് ഭൂമി തുരന്ന് അവിടെ എത്തിയിട്ട് പെണ്ണിന് മെഡിക്കിറ്റ് കൊടുക്കണ, EP കൊടുക്കണ, വെസ്റ്റ് കൊടുക്കണ, തുണിയൂരി കൊടുക്കണ, തമ്പുരാനറിയാം. വല്ലതും പറ്റിയോ? ഒന്നും പറ്റില്ല. അത് തക്ക സമയത്ത് ഞാനും എന്റെ ഈ പിള്ളേരും വന്നതുകൊണ്ടാ, അല്ലെങ്കിൽ കുട്ടിയുടെ ചാരിതാർത്ഥ്യം വരെ നഷ്ടപ്പെട്ടെ. അത് അങ്ങനെ കുറെ കോഴികള്, പിന്നെ കൊതുകിനുമില്ലേ കൃമികടി. കുടുംബത്തെ കയറ്റാൻ കൊള്ളൂല്ലേ? എന്നാ നീ എന്നെ ഫ്ലൈറ്റ് കയറ്റാ. ഇവന്മാർക്ക് വണ്ടാ പഠിക്കണമെന്ന, സിറ്റപ്പ് ഇടണമെന്ന, പ്രോ പ്ലെയർ കളിക്കണമെന്ന ഒന്നുമില്ല. ഗണ്ണ് കൈ കിട്ടുക, കുത്തി അങ്ങോട്ട് പിടിക്കുക. ഇവന്മാർക്ക് ഒരു എനിമിയെ കൊല്ലണമെങ്കിൽ മിനിമം ഒരു 600 ബുള്ളറ്റ് എങ്കിലും ഗണ്ണിൽ വേണം. ഏതെങ്കിലും ഒരു എനിമിയെ സ്പോട്ട് ചെയ്താൽ നൈസിന് ബാഗിൽ നിന്ന് ഗണ്ണെടുത്തിട്ട് കുത്തി അങ്ങോട്ട് പിടിക്കും. ഇനി ഫോണിന്റെ ഡിസ്പ്ലേ തുള വീണ് കൈ അതിൻ്റെ അകത്തിറങ്ങി ഫോൺ എണീച്ചെന്ന് ചീത്ത വിളിച്ചാൽ പോലും ഇവന്മാർ കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കും. ഒരു മര്യാദ വേണ്ടേ? പിന്നെ അവന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്തിനു പറയണം, അവന്മാർ കളിക്കട്ടെ. ഇതൊക്കെയാണ് ഫ്രീ ഫയർ എന്ന കൊച്ചു ഗെയിമിനുള്ളിലെ വലിയ താരങ്ങൾ. നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ചങ്ക് ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്ന് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ ചങ്കിന് ഈ ഒരു വീഡിയോ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും അറിയട്ടെ നിങ്ങൾ അവരെ ചങ്കാണ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? വേറെ ഒന്നുമില്ല, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റ്സ് ഇനി വേണമെങ്കിൽ താഴെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് പ്രകാരമായിരിക്കും ഞാനിനി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സ്പ്രെഡ് ദ ലവ്, സൈനിങ് ഔട്ട്.